അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ സ്വപ്നം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അതെ, നമുക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതാണ് ലോകത്തിൻ്റെ പുരോഗതിക്ക് ആധാരം. പല തുള്ളിപ്പെരുവെള്ളം എന്ന പോലെ നാനാപ്രദേശത്തുള്ള ധാരാളം ആൾക്കാരുടെ ശ്രമമായാണ് നമ്മുടെ നാട് ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെ അധ്വാനത്തിന് പിറകിലും ഒരു സ്വപ്നമുണ്ട്. അത് സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനവുമുണ്ട്. അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നുണ്ട്. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. നമ്മൾ ഓരോരുത്തരുടെയും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, സുഖമുണ്ടാകുന്നു. കവികളുടെ സ്വപ്നം കവിതകളാകുന്നു. പ്രശസ്ത കവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരിക്കാം. വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. അതെ, വിശ്വം ദീപമയമാകുന്ന അറിവിൻ്റെ പ്രകാശം പരത്തുന്ന അധ്യാപകനാവുക എന്നതാണ് എൻ്റെ സ്വപ്നം. ഞാൻ പഠിക്കുന്ന എൻ്റെ വീടിനോട് ചേർന്നുള്ള എൻ്റെ സ്വന്തം ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകനാവുക എന്ന എൻ്റെ സ്വപ്നം നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എങ്ങനെയാണ് പ്രൈമറി സ്കൂളിലെ അധ്യാപകനാവുക എന്ന സ്വപ്നം എൻ്റെ മനസ്സിൽ വളർന്നത് എന്നറിയാമോ? നന്മതൻ പാഠങ്ങൾ ചൊല്ലിത്തന്ന, തെറ്റുകൾ തിരുത്തി വഴികാട്ടിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഞങ്ങൾക്കെന്നും പ്രിയങ്കരം. സ്നേഹമില്ലാതെ പകരം ഒന്നും ആവശ്യപ്പെടാത്ത 5 വയസ്സുകാർ, പൂമ്പാറ്റകളെ പോലെ പറന്നുല്ലസിക്കുന്ന LP സ്കൂൾ. ആ കുസൃതിക്കുറുകളെ കളികളിലൂടെ കഥകളിലൂടെ കൈപിടിച്ച് നടത്തുന്ന അധ്യാപകർ, അവരെ ഞാൻ പ്രാർത്ഥനാപൂർവം നമിക്കുന്നു. പാട്ടുകളിലൂടെ പാഠങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുന്ന പാട്ടുകളിലൂടെ പാഠങ്ങളിലൂടെ 6 വയസ്സുകാരൻ്റെ അനുഭവങ്ങൾക്ക് കരുത്ത് നൽകുന്ന അധ്യാപകരെ ഞാൻ വിസ്മയത്തോടെ നമിക്കുന്നു. കലോത്സവത്തിലൂടെ കായികോത്സവത്തിലൂടെ ചിറകുമുളിക്കുന്ന കൗതുകം 7 വയസ്സുകാരനെ പറക്കാൻ പ്രാപ്തനാക്കുന്നു. മത്സരങ്ങളിലൂടെ യാത്രകളിലൂടെ 8 വയസ്സുകാരൻ്റെ ലോകം വിശാലമാകുന്ന അധ്യാപകർ വിദ്യാലയത്തിൻ്റെ വിളക്കാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. 9 വയസ്സുകാരനെ സ്വപ്നച്ചേർക്ക് വിടർത്തി പറക്കാൻ പരിശീലിപ്പിക്കുന്ന, വിശ്വം ദീപമയമാവുന്ന അറിവിൻ്റെ പ്രകാശം പരത്തുന്ന അധ്യാപകരെ ഞാൻ ആദരവോടെ നമിക്കുന്നു. നമിക്കിൽ ഉയരാം എന്നാണല്ലോ. അവരെ പോലെ നാടിൻ്റെ നന്മമരമായി സ്നേഹസൂര്യനായി വിളങ്ങുന്ന അധ്യാപകനാവുക എന്ന എൻ്റെ സ്വപ്നം എന്നോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കുന്നു. പിഞ്ചുബാല്യങ്ങളെ അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നമിക്കുക എന്ന ദൗത്യം എനിക്ക് ഏറ്റെടുക്കണം. അതിനായി ഞാൻ ധാരാളം കഥാപുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും, പാട്ടുകൾ പാടും, പാടിക്കൊടുക്കും, നിയമങ്ങൾ അനുസരിക്കും, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും, മറ്റുള്ളവരെ പറ്റാവുന്ന രീതിയിൽ സഹായിക്കും. എൻ്റെ സ്വപ്നം സത്യമാകാൻ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.